ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. நம சிவாய வாழ்க, நாதன் தாழ் வாழ்க, இமை பொழுதும் என் நெஞ்சில் நீங்காதான் தாழ்வாழ்க, கோகழியாண்ட குருமனிதன் தாழ்வாழ்க, ஆகமம் ஆகி நின்ற அன்னிப்பான் தாழ்வாழ்க, ஏகன் அநேகன் இறைவனடி வாழ்க, வேகம் கெடுத்தாண்ட வேந்த நடிவெல்க, பிறப்பருக்கும் பிஞ்சகந்தன் பெய்கழல்கள் வெல்க, புறத்தார்க்கு செய்யோன் தன் பூங்கழல்கள் வெல்க, கரம் குவிவார் உள்மிகழும் கோண்கழல்கள் வெல்க, சிரம் குவிவார் ஓங்குவிக்கும் ஷீரோன் கழல் வெல்க, ஈசனடி போற்றி எந்தையடி போற்றி தேசனடி போற்றி சிவன் சேவடி போற்றி நேயத்தை நின்றே நிமலனடி போற்றி மாயப் பிறப்பருக்கும் மன்னனடி போற்றி ஷீரார் பெருந்துரைனம் தேவனடி போற்றி. തിരുവാചകം ശിവപുരാണം ഒരു മഹത് കൃതി മാണിക്യവാചകർ സ്വാമിയുടെ ആണ് നമ്മൾ അനുസന്ധാനം ചെയ്തു വരണത്. മനസ്സിനെ ഈശ്വരനിലേക്ക് കൊടുക്കുക, ഇതിനെ തന്നെയാണ് ഭക്തി എന്ന് പറയണത്. ഭക്തിക്ക് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഡെഫിനിഷൻ കൊടുക്കുന്നതിലും ഉപരി അനുഭവം, അനുഭൂതി എന്ന തലമാണ് ഭക്തി. ആ ഭക്തി നാച്ചുറലാണ്, ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ് ഭക്തി. ആ ഭക്തിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ന ഉത്പാദ്യതേ ന ആപ്യതേ ന സംസ്കാര്യതേ ന വികാര്യതേ ന കർത്തൃഭോക്തൃരൂപം വാ. ശങ്കരാചാര്യർ ആത്മാവിന് ലക്ഷണം കൊടുത്തു. ആത്മാവിന്റെ സ്വരൂപം തസ്യ പ്രിയമേവ ശിരഃ. പ്രിയമാണ് ആത്മാവിന്റെ സ്വരൂപം. ആ ആത്മാവിന്റെ സ്വരൂപത്തിനെ ഉണ്ടാക്കിയെടുത്താൽ ഇറ്റ് വിൽ ബി ആർട്ടിഫിഷ്യൽ. കുറച്ചു നേരത്തേക്ക് ലിമിറ്റഡ് ആയിട്ടിരിക്കും അല്ലേ? ഭക്തി ചിലർക്കൊക്കെ പോയാൽ ഏതോ അമ്പലത്തിൽ പോയാലേ ഭക്തിയുള്ളൂ. അമ്പലത്തിൽ പോയാലോ തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന ആളെ ഇടിച്ചിട്ട് എങ്ങനെ ഭഗവാനെ തൊഴാം നോക്കണു അല്ലേ? എന്താ കാര്യം? ഭക്തി പ്രിയത്തെ കൊടുക്കുന്നു. പക്ഷെ ആ പ്രിയം ഏതോ ഒരു പൊരുളിനോട് മാത്രം, ബാക്കി എല്ലാവരോടും അത് കാണിച്ച പ്രോബ്ലമാണ്. പൂജ, ഭക്തി അല്ലെ? പുംസ അജായതേ ഇതി പൂജ. ഒരു ശരീരഭാവം, അഭിമാനഭാവം, ഒരു മനുഷ്യഭാവം, ഒരു ജീവഭാവത്തിനെ ഇല്ലാതാക്കി മാറ്റാനാണ് പൂജ കൂടെ. പൂജ എന്തിനാ? ശാന്തിക്ക്. അതുകൊണ്ടാണ് പൂജകനെ ശാന്തി എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം പൂജകന്മാർക്കൊക്കെ ശാന്തി ഉണ്ടോ എന്ന് ചോദിച്ചാ അല്ലേ? ഇതാ ശാന്തി. ഉദര നിമിത്തം ബഹുകൃത വേഷം. കാശിന് വേണ്ടി എന്തോ ഒരു വേഷം കെട്ടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വേഷം കെട്ടേണ്ടതല്ല, ഭക്തി അഭിനയിക്കേണ്ടതല്ല. ഭക്തി അനുഭൂതിയാണ്, അനുഭവമാണ്. അനുഭവം ആത്മാവിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് മനസ്സിനെ സദ്വസ്തുവിലേക്ക്, ഈശ്വരനിലേക്ക് തിരിക്കുന്നതിന് തന്നെയാണ് ഭക്തി.
ആ ഭക്തിക്ക് സന്ദർഭങ്ങൾ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ ഒരു രോഗനിവൃത്തി ഉണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദുഃഖത്തിനുള്ളൊരു നിവൃത്തി ഉണ്ടാവാം, ലൗകികമായ വിഷയങ്ങൾക്കുള്ള പരിഹാരം ഏതെങ്കിലും ഒരു ദേവൻ തരുന്നുണ്ടായിരിക്കാം. അതിലൂടെ നമുക്ക് ഭക്തി ഉറയ്ക്കും. പിന്നെ ഭഗവാൻ എന്ത് ചെയ്യും? നാരായണീ നാഥരൂപ നാമരൂപ വിവർജിതാം. ഈ നാമം രൂപത്തിനെ എല്ലാം ഈ ഭക്തിയാകുന്ന മെഡിസിൻ മാറ്റിക്കളയണം. എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു മെഡിസിൻ കഴിച്ചാൽ ആ പ്രോബ്ലം പതുക്കെ ഇല്ലാതാവണത് പോലെ ഭക്തിയാകുന്ന മെഡിസിൻ എന്ത് ചെയ്യണു? ഈ പ്രോബ്ലംസിനെ ഇല്ലാതാക്കും. നമുക്കുള്ളിൽ വരുന്ന പ്രോബ്ലംസിനെ ഭക്തിയാകുന്ന മെഡിസിൻ ഇല്ലാതാക്കണം. ആ ഭക്തി എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഭക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു റെഫറൻസ് മാത്രമാണ് ഈ തിരുവാചകം, ശിവപുരാണം ഒക്കെ. വഴിതെറ്റാതിരിക്കാനുള്ള മാർഗം. ആ മാർഗം ആർക്ക് നിർദ്ദേശിക്കാൻ പറ്റും? ആ മാർഗത്തിലൂടെ കടന്നുപോയവർക്ക് നിർദ്ദേശിക്കാൻ സാധ്യമുള്ളൂ. അല്ലെ? ഭക്തിയെക്കുറിച്ച് പറയണമെങ്കിൽ ഭക്തി രസം അനുഭവിച്ച് അനുഭൂതി വന്നവന് മാത്രമേ പറ്റുള്ളൂ. അല്ലെ? അതോ ഭക്തി എന്ന് ഡെഫിനിഷൻ വായിച്ച് സ്വസ്വരൂപ അനുസന്ധാനം, സ്വരൂപം എന്നെ അറിയില്ല, എന്താണ് അനുസന്ധാനം എന്ന് കൂടെ അറിയില്ല, അങ്ങനെയുള്ളവൻ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ഫലം? അതുകൊണ്ടാണ് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ശ്രോത്രിയനായിട്ടുള്ള എല്ലാത്തിനെയും, ശ്രോത്രിയം എന്ന് പറഞ്ഞാൽ പൂർവത്തിലേ കേട്ടുവന്നത്, പരമ്പരയായി കേട്ടുവന്നത്. ഏതോ ഒരു ശാസ്ത്രമെടുത്ത് ഒരു ഉപനിഷത്ത് എടുത്ത് പഠിച്ചാൽ 100 സംശയം വരും. കാരണം ആത്മാ എന്ന ശബ്ദത്തിന് ശരീരം എന്നർത്ഥമുണ്ട്, മനസ്സെന്നർത്ഥമുണ്ട്. പക്ഷെ ഉപനിഷത്തിന്റെ ഒരു ശ്ലോകത്തിൽ നിന്നും അടുത്ത ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതിനാണ് ഒരു സദ്ഗുരുവിന്റെ ആവശ്യം, ഒരു ഗുരുനാഥന്റെ ആവശ്യം, ഒരു ദേശികന്റെ ആവശ്യം. എന്തിനാന്ന് വെച്ചാൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. അതുകൊണ്ട് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ ശ്രവണാഭിഹി ബഹുബര്യോ ന ലബ്ധിഹി. ഉപനിഷത്തെ പറയുന്നു, ശ്രവണത്തിലൂടെ അല്ലാതെ ഈ ശാസ്ത്രവിദ്യ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുകുല സമ്പ്രദായം മുഴുവൻ കേട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുവാചകം കേട്ടാൽ തന്നെ മുക്തി. ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് വെച്ചോളൂ, കേട്ടാൽ തന്നെ മുക്തിയാണ്. എന്താന്ന് വെച്ചാ തിരുവാചകം ഭഗവാൻ തന്നെയാണ്. அந்த തിരുവാചകത്തുക്ക് ഉരുകാതവൻ ഒരു വാചകത്തുക്കും ഉരുകാതവൻ. ഈ തിരുവാചകം കേട്ട് ഭക്തി ഉള്ളില് ഫോം ആവാത്തവൻ വേറെ എന്തൊക്കെ വാചകം കേട്ടോളൂ, പല കസറത്തുകൾ കേട്ടോളൂ, പ്രസംഗം കേട്ടോളൂ, സത്സംഗത്തിൽ പോയിരുന്നോളൂ, അവന്റെ ഹൃദയം ഉരുകേയില്ല. കാരണം ഇത് ഹൃദയത്തെ ഉരുക്കണ വിദ്യയാണ്, എലുമ്പിനെ ഉരുക്കണ വിദ്യയാണെന്ന് രമണ മഹർഷി അക്ഷരമണമാല എന്നുള്ളൊരു പാട്ട്. എൽമ്പുരുക്കും അൻപർദൻ. അൻപർ എന്ന് പറഞ്ഞ ഭക്തന്മാരുടെ എലുമ്പുരുക്കണ ഭക്തി, എല്ലിനെ ഉരുക്കണ ഭക്തി. മാണിക്യവാചകർ സ്വാമിയെ പറഞ്ഞു, ഈ പൊസുക്കി വിടും ഭക്തി. ഒരു കല്ലിനെ പിഴിഞ്ഞെടുക്കണ ഭക്തി. അത്ര അങ്ങനെ സാധിക്കൂല്ലേ? കല്ലിനെ എങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും? കല്ലിനെ കൂടെയും പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന തരത്തില് പ്രിയമാക്കി എടുക്കണു ഭഗവാൻ. ആ ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. കരം കുവിവാർ ഉൾമികഴും കോൺകഴൽകൾ തൻവെൽക. ആ ഭഗവാൻ ആരെന്ന് അനുസന്ധാനം ചെയ്യണവന് അനുഭൂതിയെ കൊടുക്കണു. അനാത്മ വസ്തുക്കളെ അനുസന്ധാനം ചെയ്ത് സയന്റിസ്റ്റ് എന്ന് പേരിട്ട് നടക്കുന്ന ആൾക്കാർ വെളിയിൽ എന്തൊക്കെയോ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. അവർക്കൊക്കെ പോയാൽ ശാന്തിയില്ല, ആനന്ദമില്ല. ഏതോ തേടണം, ഏതോ കിട്ടണം എന്ന് പറഞ്ഞു പോണു. ചിലപ്പോ ബോറടിച്ചിട്ട് ചിലയിടത്ത് പോയി തോണ്ടിയാ എന്തോ കിട്ടും. ചില കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ബോറടിച്ചിട്ട് എവിടെയെങ്കിലും പോയി മണ്ണ് തോണ്ടുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്നത് പോലെ ഇവിടെ ഒരു സിദ്ധൻ പറഞ്ഞിരിക്കുന്നു, പൊഴുതിനെ തോണ്ടിനേൻ പൂശിനെ കടച്ചത്. വെറുതെ ബോറടിച്ചൊന്ന് തോണ്ടി നോക്കി, പൂശിനി കടച്ചത്. പൂശിനി എന്ന് പറഞ്ഞ മത്തങ്ങ. മത്തങ്ങ എങ്ങനെ ഇരിക്കണു? ശിവലിംഗത്തിന്റെ ഷേപ്പിൽ ഇരിക്കണു. ചുമ്മാ തോണ്ടി നോക്കി,
സദ്വസ്തുവിനെ ചുമ്മാ അനുസന്ധാനം ചെയ്ത് നോക്കി, പരീക്ഷിച്ചു നോക്കിയപ്പോ ശിവലിംഗം കിട്ടിയിരുന്നു. പൂശിനി കിടച്ചത്, പൊഴുതിനെ തോണ്ടിനെ പൂശിനി പൂത്തത്. അങ്ങനെയാണെന്ന് കരുതണു. അപ്പൊ കരം കുവിവാർ, ഭക്തി ചെയ്യണവന് ഉള്ളിൽ അനുഭൂതിയായിട്ട് ഭഗവാൻ വരുന്നു. പുറത്താർക്ക് ഷെയ്യോൻ കൻ, പുറത്താർക്ക് ഷെയ്യോൻ തൻ പൂങ്കഴൽകൾ വെൽക. നന്ദനാർ പാട്ട്, നന്ദനാർ ഒരു പാട്ടില് പാടണം, ഗോപാലകൃഷ്ണ ഭാരതിയാരുടെ പാട്ട്. മുപ്പാറും താണ്ടി വന്ന് അപ്പാറ് നിன்றவர்க்கு ഈ പാർവൈ കിടയാത് അപ്പൻ തിരുനടനം ആടുവാ താളം പോടുവാ. മുപ്പാറും താണ്ടി വന്ന് അപ്പാറ് നിன்றവർക്ക്, ദൂരെ പോയി നിന്നിട്ട് ഭഗവാനെ ദൂരെ എന്ന് കരുതണവർക്ക് ഈ പാർവൈക്കിടയാത്. ഏതു പാർവൈ? അപ്പൻ തിരുനടനം ആടുവാ. രമണ മഹർഷിയെ പറഞ്ഞു, അഹം അഹം ഇതി നൃത്യസി പോഹോതേ വതന്തി ഹൃദയം നാമ. ഉള്ളിൽ ഞാൻ എന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടരാജൻ, നോൺ സ്റ്റോപ്പ് നൃത്തം അല്ലെ. രാവിലെ എണീറ്റ് എത്ര ഞാൻ വരുന്നു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു. വാട്ട് എ ഡാൻസിങ് അല്ലേ, വലിയൊരു ഫാന്റാസ്റ്റിക് ഡാൻസ് നടക്കണു അകത്ത്. എന്താ? ഞാൻ താളം. അയ്യൻ തിരുനടനം കാണുവാ താളം പോടുവാ. ആ താളം, ആ ഋതത്തിനെ തന്നെ അനുസന്ധാനം ചെയ്താൽ മതി. ഞാൻ സ്ഫുരിച്ചുകൊണ്ടിരിക്കണു, അതിനെ അനുസന്ധാനം ചെയ്താൽ അവിടെ പൂശിനി പൂത്തത്, ഉള്ളില് ആ ചൈതന്യവത്തായ ഈശ്വരനെ കിട്ടും. ആ ഈശ്വരനെ കിട്ടിയ നമസ്കാരം ചെയ്തിരിക്കും. ഈശനടി പോട്രി എന്തയടി പോട്രി. പോട്രി എന്ന് പറഞ്ഞ സംസ്കൃതത്തില് നമഃ, നമ ശിവായ നമഃ, ശിവായ നമഃ, ഊർധ്വായ നമഃ, ഊർധ്വലിംഗായ നമഃ അല്ലെ. നമഃ ഒരു നമസ്കാരം എന്നർത്ഥം. പോട്രി എന്ന് പറഞ്ഞാൽ വണക്കം, ഒരു നമസ്കാരം എന്നർത്ഥം, ഒരു ബഹുമാനം. ഈശനടി പോട്രി, ഈശ്വരന്റെ തൃപ്പാദത്തിന് ഒരു നമസ്കാരം. ഈശ്വരന്റെ തൃപ്പാദം എവിടെ ഇരിക്കണു? ഉള്ളിൽ ആത്മാവായിട്ടിരിക്കണം. അമൃതമാണ്, നമ്മൾ മുമ്പ് കണ്ടതാണ്. ഭഗവാന്റെ ഒരു കാൽ പൊക്കി വെച്ചിരിക്കണു, അമൃതത്വത്തിലേക്ക് പൊക്കി വെച്ചിരിക്കണു. എന്തയടി പോട്രി, ആ ഈശ്വരൻ ആരാ? എന്റെ പിതാവാണ്. ശങ്കരാചാര്യർ പറഞ്ഞു, മാതാച്ച പാർവതി ദേവി, പിതാദേവോ മഹേശ്വര, ഭാന്തമാ ശിവഭക്താച്ച സ്വദേശേ ഭുവനത്രയം. ഇതാണ് മാർഗബന്ധു. നമ്മളെ മാർഗം മുഴുവൻ ബന്ധുക്കളാവണമെങ്കിൽ അല്ലെ, ബന്ധുക്കൾ എന്ന് പേരുള്ള കുറെ ജന്തുക്കളുണ്ട് നമുക്ക്. അവരെല്ലാം എന്ത് ചെയ്യും? നമ്മളെ ഡൈവേർട്ട് ചെയ്ത് അല്ലേ, നമ്മൾ കെട്ടി, ഇനി നിങ്ങളെ കൂടെ കെട്ടിക്കാം അല്ലേ, നമ്മൾ പെട്ടു, ഇനി നിങ്ങളെയും കൂടെ പെടുത്താനുള്ള വഴി എന്താ? അത് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ വാസ്തവത്തിലെ ബന്ധുക്കൾ ആരാ? ശിവഭക്താഹ, ജ്ഞാനികളാണ് വാസ്തവത്തിലെ നമ്മളെ ബന്ധുക്കള്, നമ്മളെ നയിക്കണവര്. അപ്പൊ എന്തയടി പോട്രി എന്ന് വെച്ചാൽ എന്റെ പിതാവാണ് ഭഗവാൻ. ആ പിതാവിനൊരു നമസ്കാരം. രമണ മഹർഷി കൂടെ 17 വയസ്സിൽ അനുഭൂതി വന്ന തിരുവണ്ണാമലയിലേക്ക് പോകുമ്പോൾ ഒരു ലെറ്റർ എഴുതി വെച്ചു, ഞാൻ എൻ്റെ പിതാവിന്റെ ആജ്ഞപ്രകാരം എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോണു. അപ്പൊ വാസ്തവത്തിൽ എല്ലാവരുടെയും പിതാവായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അമ്മയപ്പ, അമ്മയും അപ്പനും ഭഗവാൻ തന്നെ. പാർവതി ഒന്നും ശിവൻ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു രൂപം കൊണ്ടിരിക്കുന്നു.
ശിവപാർവതി രൂപം കൊണ്ടിരിക്കുന്ന അർദ്ധനാരീശ്വരനായിട്ട്. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ. അൻപേ ശിവം, അൻപാണ് ശിവൻ അല്ലെ, പ്രേമമാണ് ശിവൻ, ശിവമാണ് പ്രേമം. അൻപും ശിവമും ഇരണ്ടൻപാർ അരികിലാൽ അൻപേ ശിവം എന്ന് യാരും അരികിലാൽ. അൻപിനെയും ശിവനെ, ദേവീയുടെ പക്ഷം കുറച്ചു പേര് ശാക്തം എന്ന് പറഞ്ഞിട്ട് ശിവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, ഇതാണ് ശാക്തം എന്നുള്ള വേഷം അല്ലെ. വൈഷ്ണവൻ എന്നൊരു വേഷം എന്തിനാ? ശിവത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. ശൈവൻ എന്നൊരു വേഷം എന്തിനാ? വൈഷ്ണവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറ്റം പറയാനല്ല, എല്ലാത്തിനും ഈശ്വരനായിട്ട് കാണാനാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിരിക്കുന്നത്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത്. ഈ ജഗത്ത് മുഴുവൻ ഈശ്വരനെ കൊണ്ട് മൂടണം എന്ന് പറഞ്ഞു. വാസ്യം എന്ന് പറഞ്ഞാൽ വസിക്കണമെന്ന് തന്നെ അർത്ഥമുണ്ട്. ശങ്കരാചാര്യർ ഒരു പടി മേലെ നിന്നിട്ട് ഒരു അർത്ഥം കൊടുത്തു, ആച്ഛാദനം. മൊത്തത്തിന് ഈശ്വരനെ കൊണ്ട് മൂടൂ. ദാറ്റ് ഈസ് ഫോർ ഉപാസന. അതായിരിക്കണം നമ്മുടെ ഉപാസന. ഇല്ല കാണണതും തൊട്ടു വീട്ടിൽ അടുത്തിരിക്കണവരൊന്നും ശത്രുക്കളല്ല, ഈശ്വരൻ തന്നെയാണ്. അവരെനിക്ക് ഹെർട്ട് ചെയ്യണല്ലോ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നിന്റെ മുമ്പിൽ വന്നിട്ട് നീ അതാകരുത് എന്ന് കാണിച്ചു തരണം. ഇങ്ങനെയും ചിലരുണ്ട്, അതുപോലെ നീ ആകരുതെന്ന് ഈശ്വരൻ ഒരു ഫോം എടുത്ത് കാണിച്ചു തരുന്നു. ഇതിനെ നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക അല്ലെ. പോസിറ്റിവിറ്റി, മനസ്സ് പോസിറ്റീവ്ലി ചിന്തിക്കണോ, ഈ എനർജി വിൽ ബി പോസിറ്റീവ്. പോസിറ്റീവ് എനർജി വി ക്യാൻ ക്രിയേറ്റ് പോസിറ്റീവ് എനർജി ത്രൂ സങ്കല്പ. നല്ല സങ്കല്പത്തിൽ അല്ലേ കാണണത്. നമ്മളെ കത്തിയെടുത്ത് കൊണ്ടുവരാൻ നിൽക്കുന്നതായെങ്കിലും ഭദ്രകാളി രൂപം എന്ന് പറഞ്ഞ് നമസ്കാരം ചെയ്ത് നോക്കും. അങ്ങനൊരു കഥ തന്നെ ഉണ്ട് അല്ലെ. നമ്മളൊരു നമസ്കാരം കൊടുത്താ, നമ്മളൊരു ആദരവ് കൊടുത്താ അവർക്ക് ചിലപ്പോൾ നമ്മളെ ഹർട്ട് ചെയ്യാൻ കൂടെ പറ്റില്ല. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ടു ട്രാൻസെൻഡ് ദി ടെറിബിൾ ഈസ് ടു വർഷിപ്പ് ദി ടെറിബിൾ. ആരാധിക്കുക, ടെറിബിലിറ്റിയെ ആരാധിക്കുക, അത് തന്നെയാണ് വർഷിപ്പ് അല്ലെ. പിതാവ് നല്ല ദേഷ്യമുണ്ടെങ്കിൽ പിതാവിന്റെ ഉള്ളിൽ അന്തർയാമിയെ ആരാധിക്കുക, ഭക്തി ചെയ്യുക അല്ലെ. അന്തർയാമിക്ക് പേരാണ് യമൻ. യമൻ എന്ന് പറഞ്ഞാൽ നിയമനം ചെയ്യണത് ആരോ. നചികേതസ് എന്ന കുട്ടി എൻ്റെ പിതാവ് ശരിയാവണം എന്ന് അന്തർയാമിയോട് പ്രാർത്ഥന ചെയ്തു. അല്ലാതെ യമൻ എവിടെയോ നിൽക്കണോ അവിടെ പോയി നിന്നു എന്നല്ല അർത്ഥം. യമനെ കാണാൻ തപസ് നിരാഹാരമായിട്ടിരുന്നു, തപസ്സിലിരുന്നു. കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു, കണ്ടു. ആ യമനോട് ചോദിച്ചവരും എൻ്റെ പിതാവ് ശരിയാവണം എന്നാണ്. എൻ്റെ പിതാവിന് ഉറക്കമൊന്നുമില്ല, ഉറക്കം കിട്ടണം. അപ്പോ നമ്മുടെ സങ്കല്പത്തിലൂടെ പൊതുവിൽ എല്ലാവർക്കും നല്ല സങ്കല്പം ഉണ്ടാവണം അല്ലെ. നല്ല സങ്കല്പത്തിൽ ആഹാരം വെച്ചു, നാമം ജപത്തോടുകൂടി ആഹാരം വെച്ചു, ആഹാരം പാചകം ചെയ്തു, നല്ല നാമജപത്തോടു കൂടി ആ ഭക്ഷണത്തിന് ഒരാൾക്ക് കൊടുത്ത് അവരുടെ ഉള്ളിൽ ശാന്തി ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ എന്താവും, അടുത്ത വീട്ടിലവരെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഭക്ഷണം ഉണ്ടാക്കണു, നാട്ടിൽ നടക്കുന്ന പ്രോബ്ലംസിനെ ഓർത്തേ ഭക്ഷണം ഉണ്ടാക്കണു. ഇത് കഴിക്കണ ആള് വെളിയിലെ സ്വമേധയാ കുറ്റം പറഞ്ഞു പോകട്ടെ. അതുകൊണ്ട് തന്നെ സന്യാസിമാരൊക്കെ പറയുമ്പോൾ ചില ലൗകിക വീട്ടിൽ നിന്ന് ആഹാരമേ വേണ്ട, ഭക്ഷണം ഭിക്ഷയെ വേണ്ട എന്ന് വെച്ചാൽ സന്യാസിമാർ കൂടെ കുറ്റം പറഞ്ഞു തുടങ്ങണം. എന്താ കാരണം? കുറ്റം പറഞ്ഞുകൊണ്ടേ പാചകം ചെയ്യണു അല്ലെ. സങ്കല്പം, മനസ്സ് സംബന്ധദോഷം എന്ന് പറയുന്നതിനെ. ഒരു നിവേദ്യമായി തീരണം ഭക്ഷണം, സംബന്ധദോഷം വരണം. അപ്പൊ ആ സങ്കല്പത്തോടുകൂടി ഭഗവാനാണ് എല്ലാം അല്ലെ. ഈശ്വരനടി പോറ്റി, ഈശ്വരൻ ആരാ? എൻ്റെ പിതാവ് തന്നെയാണ്. അപ്പൊ പിതാവിനെയും ഈശ്വരനായി കാണുക. തേശനടി പോറ്റി ശിവൻ ചേവടി പോറ്റി. തേശൻ എന്ന് വെച്ചാ പ്രകാശമാനവൻ എന്നർത്ഥം, ജ്യോതിസ്വരൂപൻ. ഷൂതു ചെയ്തെന്നെ ചോദിയാതിനിയുൻ ജ്യോതി ഉരു കാട്ട് അരുണാചല. ഭഗവാന്റെ രൂപം എന്താ? ജ്യോതിസ്വരൂപം. അപ്പം ജ്യോതിർലിംഗങ്ങളൊക്കെ നമുക്ക് കാണാം ഭാരതത്തില്. 108 ജ്യോതിർലിംഗം. എന്താ? ഭഗവാൻ പ്രകാശമാണ്, സ്വയം പ്രകാശിതമായ വസ്തുവാണ്. ആ സ്വയം പ്രകാശമായിരിക്കണ ഭഗവാന്, പ്രകാശമാനമായിരിക്കണ ഭഗവാന് ഒരു നമസ്കാരം.
ശിവൻ ചേവടി പോറ്റി. മംഗളസ്വരൂപനായ ഭഗവാൻ. ശിവം എന്ന വാക്കിന് മംഗളം. ആ മംഗളകരമായിട്ട് മംഗളത്തെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാന് ഒരു നമസ്കാരം. നേയത്തെ നിന്റെ നിമലനടി പോറ്റി. സ്നേഹസ്വരൂപമായിട്ടുള്ള, പ്രിയമേ സ്വരൂപം, നമ്മൾ പറഞ്ഞു ഭക്തിയെ സ്വരൂപമായിട്ടുള്ളത്. ഭഗവാന്റെ സ്വരൂപം എന്താ? ഭക്തിയാണ് ഭഗവാന്റെ സ്വരൂപം. ഭഗവാന് നമ്മളോടൊരു ഭക്തി വരണം. എങ്ങനെയാ നമ്മളോട് ഒരാളോട് പ്രേമം വരുമ്പോ ആ തീവ്രത കണ്ട് അയാൾക്ക് ഇങ്ങോട്ട് ഒരു പ്രേമം വരണം, അല്ലേ? അതുപോലെ അതൊരു ലൗകിക വിഷയത്തിൽ പോലും ഒരു കുട്ടികൾക്ക് പ്രേമിക്കുമ്പോൾ കൂടെയും ഒരാൾക്ക് തീവ്രമായ പ്രേമം ആദ്യമൊന്നും മറ്റേ ആൾക്ക് കാണില്ല. ഈ തീവ്രമായ പ്രേമം കൊണ്ട്, ആ സങ്കല്പം കൊണ്ട് അതിനെ സങ്കല്പിച്ച് ഇരിക്കണത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നും ഇങ്ങോട്ട്, അല്ലേ? അതുപോലെ ഇതൊരു പ്രകൃതിയുടെ നിയമമാണ്, നമുക്ക് വെളിയിൽ കാണാം. ഇതേ ഒരു വസ്തുത നമ്മൾ അധ്യാത്മത്തില് ഭഗവാനാകുന്ന ഒരു സദ്വസ്തുവിനേക്ക് പ്രിയം കൊടുത്തു നോക്കൂ. സ്വസ്വരൂപ അനുസന്ധാനം, സ്വരൂപത്തിനോടുള്ള പ്രിയം, ആത്മാവിനോടുള്ള പ്രിയം തന്നെ നിങ്ങൾ കൊടുത്തു നോക്കൂ. ആ പ്രിയം ആത്മാവ് നിങ്ങളെ പ്രിയമാക്കും. ആത്മാവ് നിങ്ങളെ പ്രിയമാക്കി. പ്രാണപ്രിയം നോ മിപിനാകപാണേ കോണത്രയസ്ഥം കുലദൈവതം. പ്രാണപ്രിയം, ആത്മാവിന് നമ്മളോടൊരു പ്രാണപ്രിയം ഉണ്ടാവും, നമ്മളോടൊരു പ്രിയമുണ്ടാവും. ആ പ്രിയം വന്നാൽ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ആ ശക്തി ശിവമാകുന്ന രൂപത്തിലോട്ട് ലയിക്കും. ആ ലയമാണ് നേയത്തെ, സ്നേഹത്തെ നിന്റെ നിമലനടി പോറ്റി. നിർമ്മലമായ നിന്റെ സ്വരൂപത്തിന്, നിർമ്മലമായ നിന്റെ തൃപ്പാദത്തിന് ഒരു നമസ്കാരം. ഗുരു ചരണാംബുജ നിർഭര ഭക്തി. ഗുരുവിന്റെ പാദത്തിനോട് ഒരു ഭക്തി, ഗുരുവിന്റെ പാദത്തിനോടൊരു ഭക്തി. ഗുരുവിന്റെ പാദം എന്ത് ചെയ്യണു? മായ പിറപ്പറുക്കും. മായ, അല്ലേ? ലോകത്തിലെ മുഴുവൻ മായ എന്ത് ചെയ്യണു? വിശ്വം ഭ്രമയത്തി. ശങ്കരാചാര്യർ കൂടെ മായ എന്താന്ന് പറഞ്ഞാ അറിയില്ല. ഗിരാമാഹുർദേവീം ദ്രുമിണഗ്രഹിണീം ആഗമവിദഃ ഹരേഹേ പത്നിം പത്മാം ഹരസഹചരീം അദ്രിതനയാ തുരീയാ കാപിത്വം ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായ വിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷീ. ശങ്കരാചാര്യർ കൂടെ പറയണു ഗിരാമാഹുർദേവീം. ആദിയിലുണ്ടായ ഒരു വാക്ക്, വേർഡ് ഗീഹി എന്ന് പറഞ്ഞ വാക്ക് എന്ന് തന്നെ അർത്ഥം. സരസ്വതി, പരാവാക്ക്. ആ വാക്കാണോ നീ? ആഗമവിദഃ, ആഗമത്തിലേ ഉണ്ടായ ഒരു പൊരുളാണോ? ഹരേഹേ പത്നിം പത്മാം ഹരസഹചരീം. നീ വിഷ്ണുവിന്റെ പത്നിയാണോ? ഈശ്വരനോടൊപ്പം, ശിവനോടൊപ്പം സഹചാരിയായി നിൽക്കണവളാണോ? അദ്രിതനയാ, ഹിമാലയത്തിൽ നിന്നും ഉണ്ടായതാണോ? പാർവതി എന്നും പർവ്വതത്തിൽ നിന്നും ഉണ്ടായ പുത്രിയാണെന്നും പറയണു. തുരീയാ കാപിത്വം, ഇതൊരു സ്ത്രീലിംഗമാണ്. പ്രകൃതി സ്ത്രീ പുരുഷ എന്നാണ് പറയണത്. സ്ത്രീ പുരുഷനാണ് പ്രകൃതി. അപ്പൊ ഒരു സ്ത്രീലിംഗ രൂപമായിരിക്കുന്നു ദേവി. എന്ത് ചെയ്യണമെന്ന്? മഹാമായ, മഹാമായ, വലിയ ഒരു ഇല്ലാത്തത്, മിഥ്യ, ഉള്ളതുപോലെ കാണണം. എന്ത് ചെയ്യണോ നീ? വിശ്വം ഭ്രമയസി, വിശ്വത്തിനെ മുഴുവൻ നീ കറക്കണം. വിടാതെ പിടിപെടാതെ മായൈ മയക്കും തെളിയാതെ. നന്ദനാർ സ്വാമി പാടിയിരിക്കും, വിടാതെ പിടിപെടാതെ മായൈ മയക്കം തെളിയാതെ. ഈ മായ ആകുന്ന മയക്കത്തിൽ നിന്ന് തെളിഞ്ഞാലേ നമുക്ക് ജ്ഞാനമാകുന്ന ഈശ്വരനെ കിട്ടുള്ളൂ. ആ മായയെ നീക്കണതും ഭഗവാൻ. മായയും മായാവിയും
മായയെ മാറ്റി സായുജ്യം നൽകണതും. അത് മായ പിറപ്പരക്കും. ഈ പിറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മായയാണ്, അല്ലെ? ജനിച്ചു പോലെ തോന്നുന്നു. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാനൈവ. ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ ഉപദേശം. അവ്യക്താധീനീം, ആദിയിൽ നോക്കൂ അവ്യക്തമാണ്. ജനിക്കുന്നതിന് മുമ്പ് വലിയ അവ്യക്തമാണ്, ഒന്നും അറിയില്ല നിനക്ക് എന്തായിരുന്നു, നീ എങ്ങനെ ഇരുന്നു. മധ്യത്തിൽ മാത്രം എന്തോ കാണണോ, അവസാനവും എന്തെന്ന് കാണണില്ല. ആദിയിൽ നീ എന്തായിരുന്നു, ഈ ഫോം ഉണ്ടോ നിനക്കില്ല, അവസാനത്തിൽ ഈ ഫോം ഉണ്ടോ നിനക്ക്. ഈ ഫോം ഇടയിൽ കാണുമ്പോ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കണത്? തത്ര കാ പരിദേവന, എന്തിനു നീ ദുഃഖിക്കണു? മധ്യത്തിൽ എന്തിനു നീ ഇങ്ങനെ ദുഃഖിക്കണു? അതാണ് ചോദ്യം. അപ്പൊ അതുപോലെ ഈ മായ പിറപ്പ് എന്ന് പറഞ്ഞാൽ മായയാണ്. അറുക്കും മണ്ണനടി പോട്രി. ഈ മായയെ മാറ്റണതും ഭഗവാൻ തന്നെ. ആ ഭഗവാന് ഒരു നമസ്കാരം. തുടർന്ന് നമുക്ക് നാളെ കാണാം.